രാത്രിയിൽ ഇരുട്ടിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീനിനെ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ റിലേഷൻഷിപ്സ് എത്ര ക്ലോസ് ആണെന്ന് മനസ്സിലാവും. സ്ക്രോളിംഗ് ഒരു ടൈം പാസ് പോലെ തോന്നും, പക്ഷേ ഓരോ പോസ്റ്റ് കടന്നു പോകുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ ആളുകളെ കാറ്റഗറീസ് ആക്കി ഡിവൈഡ് ചെയ്യാണ്. ഇതാണ് ഫ്രണ്ട്ഷിപ്പ് സ്പെക്ട്രം. ഒരു സൈഡിൽ അറ്റൻഷന് വേണ്ടി ലൈഫ് ഷോ ചെയ്യുന്ന ആളുകൾ, മറ്റൊരു സൈഡിൽ നമ്മൾ ശരിക്കും സംസാരിക്കുന്ന ആളുകൾ. ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഉള്ള ഓരോ പ്രൊഫൈലും ഈ കാറ്റഗറി ഒന്നിൽ വരും. അതിലാദ്യത്തെ കൂട്ടർ ഫേക്ക് ലക്ഷറി ലൈഫ് സ്റ്റൈൽ പേഴ്സൺ. റിച്ച് ലൈഫ് ഷോ ചെയ്യും, പക്ഷേ പലപ്പോഴും അത് റിയാലിറ്റി അല്ല, ഫോട്ടോയ്ക്കായി മാത്രം സെറ്റപ്പ് ചെയ്ത ലൈഫാണെന്ന് മാത്രം. അടുത്തത് അറ്റൻഷൻ സീക്കിംഗ് പേഴ്സൺ. വ്യൂസിനും നോട്ടിഫിക്കേഷൻസിനും വേണ്ടി എന്തും ചെയ്യും. ഓവർ ഷെയറിംഗ് ആയിരിക്കും മെയിൻ ഹോബി. പിന്നെ കപ്പിൾ കണ്ടന്റ് പേഴ്സൺ. റിലേഷൻഷിപ്പ് മുഴുവൻ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നവർ. ഓരോ ഡേറ്റും ആനിവേഴ്സറിയും പബ്ലിക് പ്രൂഫ് പോലെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. അടുത്ത കൂട്ടർ ജിം സെൽഫി എഡിറ്റ്. ഇവർക്ക് വർക്കൗട്ട് ചെയ്തതിലും ഇമ്പോർട്ടൻറ്റ് അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് മോട്ടിവേഷൻ കോഡ് പോസ്റ്റർ. ഡെയിലി കോഡ്സ് ഇടും, ആരും ചോദിക്കാതെ അഡ്വൈസ് നൽകും. ഇവർക്ക് സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷനേക്കാൾ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇനി മിഡിൽ സൈഡിലേക്ക് പോകാം. അതിൽപ്പെട്ടവർ ഒന്നാമത്തത് സ്റ്റോറി എവറി മിനിറ്റ് പേഴ്സൺ. ടീ കുടിക്കുന്നതിൽ നിന്നും ട്രാഫിക് വരെ എല്ലാം സ്റ്റോറി ഇടുന്നവർ. അതിൻ്റെ ഓപ്പോസിറ്റ് കൂട്ടരാണ് സൈലൻറ്റ് വ്യൂവർ. പോസ്റ്റില്ല, ലൈക്കില്ല, കമൻ്റ് ഇല്ല, പക്ഷേ എല്ലാവരുടെയും ലൈഫ് ഫുൾ അവരുടെ കയ്യിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. ഒരു സൈഡ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, മറ്റൊരു സൈഡ് സൈലൻ്റായി കൺസ്യൂം ചെയ്യും. ഇപ്പോൾ DM സൈഡിലേക്ക് വരാം. എന്ന് പറയുന്ന കൂട്ടരുണ്ട്. ഓൺലി റീൽസ് സെൻഡിങ് ഫ്രണ്ട്. ചാറ്റ് ചെയ്യില്ല, റീൽസ് മാത്രമായിരിക്കും. നെക്സ്റ്റ് മീം ടാഗിങ് ഫ്രണ്ട്. ഹൗ ആർ യു പറയുന്നതിന് പകരം മീം ടാഗ് ചെയ്യും. ലാസ്റ്റ് വൺ ലേറ്റ് റിപ്ലൈ DM പേഴ്സൺ. മെസ്സേജ് അയച്ചത് കണ്ടാലും ഒരു സിമ്പിൾ റിപ്ലൈന് പോലും 3 ദിവസം എടുക്കും. ഇതൊക്കെ ഫണ്ണിയായിട്ട് തോന്നും, പക്ഷെ നമ്മളോട് ഏറ്റവും ക്ലോസ് ഉള്ളവർ തന്നെയാവും പലപ്പോഴും ഇങ്ങനെ. ഇവയെല്ലാം ചെറിയ ഹാബിറ്റ്സ് പോലെ തോന്നും, പക്ഷെ ഒരുമിച്ച് നോക്കുമ്പോൾ അതാണ് നമ്മുടെ റിയൽ സോഷ്യൽ ലൈഫ്. സ്റ്റോറീസ്, മീംസ്, ലേറ്റ് റിപ്ലൈസ് ഇവയൊക്കെയാണ് നമ്മളെ കണക്ട് ചെയ്ത് നിർത്തുന്നത്. ഇവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്താൽ ഫീഡ് ക്ലീൻ ആവും, പക്ഷേ വളരെ സൈലൻ്റ് ആവും. കാരണം ഈ അനോയിങ് ആളുകളാണ് പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ പാർട്ട്. ഇപ്പോൾ ഈ 10 കാറ്റഗറീസിൽ നിങ്ങൾ ഏത് ടൈപ്പാണ്? കാരണം മറ്റൊരാളുടെ സ്ക്രീനിൽ അനോയിങ് പേഴ്സൺ നീയുമായിരിക്കാം.